നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച മഹാപ്രതിഭ. മലയാളത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് എം.ടിയുടെ വേർപാട്. എല്ലാ അർത്ഥത്തിലും വിസ്മയവും മലയാളത്തിന്റെ ഇതിഹാസവുമായിരുന്നു എം.ടി. മനുഷ്യന്റെ മനോവ്യതയും സംഘർഷവും സമ്മേളിക്കുന്ന അക്ഷര നക്ഷത്രങ്ങളുടെ ഭാവതീവ്രത തലമുറകൾക്കു പകർന്നു നൽകിയ എഴുത്തിന്റെ പുണ്യം. സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനവുമടക്കം കൈവച്ചതെല്ലാം പൊന്നാക്കിയ സർഗ തീവ്രത. മുഖവുരുകൾ ആവശ്യമില്ലാത്ത സമാനതകളില്ലാത്ത വൈഭവം. കണ്ണാടി എന്ന പോലെ മലയാളി സ്വയം പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച സൂക്ഷ്മത. സ്കൂൾ കാലം മുതൽ എഴുത്തിൽ തൽപരനായിരുന്നു എം.ടി. ആദ്യകഥ വിക്ടോറിയ പഠനകാലത്ത് പ്രസിദ്ധീകരിച്ച രക്തം പുരണ്ട മൺതരികൾ. 1953 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി വളർത്തുമൃഗങ്ങൾ എന്ന കഥ 1ാം സ്ഥാനം നേടിയതോടെ എഴുത്തുകാരൻ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു. 1958 പ്രസിദ്ധീകരിച്ച നാലുകെട്ടാണ് ആദ്യം പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചത്. തകരുന്ന നായർ തറവാടുകളിലെയും അതിലെ മനുഷ്യരുടെ അന്തക്ഷോഭങ്ങളെയും ആവിഷ്കരിച്ച ഈ കൃതി 1959 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. 60കളോടെ എം.ടി മലയാളത്തിലെ പ്രമുഖനായ എഴുത്തുകാരനായി അംഗീകരിക്കപ്പെട്ടു. പിന്നീടങ്ങോട്ട് എം.ടിയുടെ കാലമായിരുന്നു. ജ്ഞാനപീഠവും പത്മഭൂഷണും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ എം.ടിയെ തേടിയെത്തി. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് കോഴിക്കോട് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഡി.ലിറ്റ് നൽകി ആദരിച്ചു. എം.ടി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായ നിർമാല്യം 1973 ഏറ്റവും നല്ല ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. ഇതിനു പുറമെ 30ലേറെ ദേശീയ സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നെഴുതിയ എം.ടിയുടെ പ്രവചനാത്മകതയ്ക്കു മുന്നിൽ ഓർത്തുവെക്കാൻ വാക്കുകളുടെ മായാജാലം സമ്മാനിച്ച് ധന്യമായ ആ മടക്കം. വരാതിരിക്കില്ല എന്ന ഒറ്റ വാക്കിലൂടെ ഒരു പ്രപഞ്ചത്തെ ചിമിയിലൊതുക്കിയ കാലത്തിന്റെ ആ മഹാപ്രവാഹത്തിനു നന്ദി. ഒരു അലങ്കാരങ്ങളും ആഘോഷങ്ങളും ഭ്രമിപ്പിച്ചിട്ടില്ലാത്ത ആ വലിയ മനുഷ്യന് തേടൈ ന്യൂസിന്റെ പ്രണാമം.